തറവാട്ടിൽ തിരിച്ചെത്തിയ കുറുപ്പ് തറവാട്ടിൽ ഓരോ തുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. നാടുനീളെ പകർച്ചവ്യാധി പടർന്നു. കുറുപ്പിൻ്റെ കന്നുകാലികൾ ഒന്നൊഴിയാതെ ചത്തൊടുങ്ങി. കുറുപ്പിൻ്റെയും ബന്ധുജനങ്ങളുടെയും ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കരിനാഗങ്ങൾ ഇഴഞ്ഞു പോകുന്നു. കണ്ണടച്ചാൽ ഒരു ചുരികയും ഓലക്കുടയും ഉറഞ്ഞു തുള്ളുന്നു. പടിപ്പുരവാതിൽ തകർന്നു വീണു. കുറുപ്പ് ഞെട്ടിവിറച്ചു. മനസ്സിലെ ഭയം പത്തിവിടർത്തിയാടുന്നു. യുദ്ധക്കളത്തിൽ മുറിവേറ്റവരുടെ ജീവൻ പിടയുമ്പോഴും ധൈര്യസ്വരൂപം മുന്നോട്ടു പോയിരുന്ന പടനായകൻ ഇതാ തളർന്നിരിക്കുന്നു. ദുർനിമിത്തങ്ങൾക്ക് കാരണം അതുതന്നെ കുറുപ്പ് ഉറപ്പിച്ചു. അയാൾ ഒരു ജ്യോതിഷിയെ വിളിച്ചു വരുത്തി പ്രശ്നം വയ്പ്പിച്ചു. കണ്ണൻ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്. അവനെ തിരിച്ചറിയാതെ പോയതാണ് ആപത്തുകൾക്ക് ആധാരം. വിഷ്ണുഭക്തനായ കണ്ണനെ വധിച്ചതിനാൽ ദൈവകോപമുണ്ടെന്നും ഉടനത് പരിഹരിച്ചില്ലെങ്കിൽ മുച്ചൂടും മുടിയുമെന്നും വെളിപ്പെട്ടു. തുടർന്ന് ചെയ്തുപോയ അപരാധത്തിന് മാപ്പായി കണ്ണന് ഒരു ദൈവകോലം കൽപ്പിച്ചു കെട്ടി സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കുകയും ക്ഷമയാചിച്ച് അവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണമെന്നായി. വീണ്ടും പ്രശ്നം വെച്ചപ്പോൾ ദൈവം സംപ്രീതനായെന്നും തെളിയുകയും ചെയ്തു. കുറുപ്പിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടനെ തെയ്യക്കോലം കെട്ടിയാടിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. ബഹുമാന പുരസ്കാരം വണങ്ങി മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിഷ്ണുമൂർത്തി തെയ്യം ഉണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കഥയിലെ കുറുപ്പിനെ ഹിരണ്യകശിപുവായും കണ്ണനെ പ്രഹ്ലാദനായും ചിലർ സങ്കല്പിച്ചു വരുന്നുണ്ട്. കാരണം തെയ്യാട്ടത്തിനിടയിൽ നരസിംഹമൂർത്തിയായി വന്ന് ഹിരണ്യാസുരനെ വധിക്കുന്ന രംഗം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കൂടാതെ മരം കൊണ്ടുണ്ടാക്കിയ ഒരു മുഖാവരണമണിഞ്ഞ് നരസിംഹമൂർത്തിയെ അനുസ്മരിപ്പിക്കുന്നുമുണ്ട്. വടക്കേ മലബാറിൽ ഏതാണ്ട് 39ഓളം തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിക്കാറുള്ളത്. അതിൽ ഓരോ തെയ്യത്തിൻ്റെ പിന്നിലും ഇതുപോലെ തോറ്റുപോയ മനുഷ്യരുടെ അല്ലെങ്കിൽ തോറ്റുപോയ മനുഷ്യർ ദൈവക്കരുവായ കഥ പറയാനുണ്ട്. ഓരോ തെയ്യത്തിനു പിന്നിലുമുള്ള ഐതിഹ്യം പരിശോധിച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയതയുടെയും അടിച്ചമർത്തലുകളുടെയും കഥകളാണ് പറയാനുള്ളത്. കതിവന്നൂർ വീരനായി മാറിയ മന്നപ്പനും വയനാട്ടുകുലവനും സ്വന്തം കൂടപ്പിറപ്പുകളാൽ കൊല്ല ചെയ്യപ്പെട്ട കടാങ്കോട്ടിൻ്റെ മാണിക്യം മാക്കവും മക്കളായ ചാത്തുവും ചീരുവും മാവിലോനും ഒക്കെ ഇതിൽപ്പെടും. ഈ കാണുന്ന വിഷ്ണുമൂർത്തി തെയ്യം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് മാത്തിൽ നാർക്കിൽ പൂവത്തിൻകീഴിൽ ശ്രീ നിലയറ ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടിച്ച തെയ്യമാണ്. നിലയറ ഭഗവതിയെ കൂടാതെ വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടി, പുലിക്കണ്ടൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടിക്കാറുള്ളത്. 5 മണിയാണി തറവാടുകളുടെ കുടുംബക്ഷേത്രം കൂടിയാണിത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ നിലയറ ഭഗവതിയുടെയും ഉപദേവീദേവന്മാരുടെയും ആരുടത്തിന് മേൽക്കൂരയില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ഇവിടുത്തെ നിലയറ ഭഗവതിയുടെ ആരുടം സ്ഥിതി ചെയ്യുന്നത് ഒരു പൂവത്തിൻ്റെ കീഴിലാണ്. അതിനാൽ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു പേരും ലഭിച്ചത്, പൂവത്തിൻ കീഴിൽ.